എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് നല്ല ക്രേവിങ്സ് ഉള്ളത്. ഇന്നത്തെ എൻ്റെ ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് കഴിക്കണമെന്നാണ്. എന്നാൽ പിന്നെ സ്വീറ്റ്സിന് ഇപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ക്യാരറ്റ് എൻ്റെ കയ്യിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം സെപ്റ്റോയിൽ നിന്ന് ഡയറ്റ് എന്ന് പറഞ്ഞ് മേടിച്ച ക്യാരറ്റായിരുന്നു. അതിന് ഉപകാരപ്പെടത്തില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളാണെങ്കിൽ ക്യാരറ്റ് കൊണ്ട് ഹൽവ ഉണ്ടാക്കാനായിരുന്നു. ഹൽവ ഉണ്ടാക്കാനായിട്ട് പാനും എടുത്തു കിച്ചണിലോട്ട് ഒറ്റ ഓട്ടം. പക്ഷേ കിച്ചണിൻ്റെ താക്കോലാണെങ്കിൽ വേണമാമയുടെ കയ്യിലാണ്. പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ച് ഞങ്ങളാണെങ്കിൽ കിച്ചണിൽ നിന്ന് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആദ്യമേ പാൻ വെച്ചു, അതിലേക്ക് എണ്ണയാണ് നമ്മൾ ഇട്ടത്. വെളിച്ചെണ്ണയല്ല ശരിക്കും ഇടേണ്ടത്, നെയ്യാണ്. നെയ്യ് നമ്മുടെ കയ്യിലില്ല. ഹോസ്റ്റലിൽ ചെല്ലടാ നെയ്യൊന്നും കാണണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നെയ്യ് ഇല്ലാതെ ഞങ്ങൾ വെളിച്ചെണ്ണ ഇട്ടു. അതിലേക്ക് ക്യാരറ്റ് ഇട്ടു, നന്നായിട്ട് എല്ലാം കൂടി ഇട്ടു, ഇളക്കി. എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ടു. പഞ്ചസാര ആവശ്യത്തിനിട്ടു. അതിനുശേഷം നമ്മുടെ ഈ പാലില്ലായിരുന്നു, നമ്മൾ പാൽപ്പൊടി വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പാൽപ്പൊടി വെള്ളത്തിലിട്ടിട്ട് നമ്മളത് കുറുക്കിയാണ് നമ്മളിട്ടത്. അതെല്ലാം നന്നായിട്ട് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു സമയത്ത് നമ്മുടെ ഡേറ്റ്സ് എല്ലാം ഇട്ടു. ഡേറ്റ്സ് ഞാൻ ഡയറ്റിന് വേണ്ടി തന്നെ മേടിച്ചതാണ്. അതും കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ടു. അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് മാറ്റി, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി നടുക്കൊരു ഡേറ്റ്സും വെച്ചു കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.